രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവുമായ നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് 3 രാജ്യത്വങ്ങളെ അവൻ വീഴിച്ചു കളഞ്ഞു. അതിന് 10 കൊമ്പ്, 7 തല, സംസാരിക്കുന്ന നാവ് അതിനുണ്ടായിരുന്നു. സകല മനുഷ്യരെ നോക്കുവാൻ ഒരു കണ്ണുണ്ടായിരുന്നു. അതിൻ്റെ പേരാ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം അതിനാധാരമായി ഗൂഗിൾ സംസാരിക്കുന്നു. സോഫിയ നമ്മുടെ കണ്ണിൻ മുൻപിൽ വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. സകല മനുഷ്യരും കോവിഡ് കാലത്ത് WW ഓൺലൈൻ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ 5ാമത്തെ പതിപ്പായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനോടനുബന്ധിച്ച് 5G സാറ്റലൈറ്റ് വന്നാൽ താമസമിന സാത്താൻ്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരാൻ കാലമായി. എന്നാൽ ആ കമ്പ്യൂട്ടറിനകത്ത് സാത്താൻ്റെ പ്രതിമ നാം ദർശിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നാദന മധ്യാകാശത്തിൽ ദർശിക്കുക. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തിക്കൊള്ളുവേ. 2ാം ഭാഗത്തിലേക്ക്, എന്തുകൊണ്ട് യെരൂശലേമിലേക്ക് ഈ കമ്പ്യൂട്ടർ വരും? ഇസ്രയേലിൻ്റെ ന്യായവിധിയും സക്കറിയാവിൻ്റെ പ്രവചനവും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ, ഇതിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ പറയാൻ പറ്റത്തില്ല, ബാക്കി ധനുവച്ചപുരത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം 1 സാമ്പത്തിക മാന്ദ്യം, 2 കോവിഡ്, 3 ജെറുസലേമിൻ്റെ ആലയം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഇസ്രയേലിനോടനുബന്ധിച്ച് 4 ആലയങ്ങൾ. 1 സമാഗമന കൂടാരം, കതിരവരം കൊണ്ട് മോശയാൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അത് മരുഭൂമിയിൽ പോയി. 2 ശലോമോൻ്റെ ആലയം, ജ്ഞാനിയായ ശലോമോൻ പണിഞ്ഞത്, നെബൂഖദ്നേസർ തകർത്തു. 3ാമത്തെ ദൈവാലയം കോരശൻ്റെ ഇടയൻ, അവനെ കൊണ്ട് എസ്രാ, നെഹമ്യാവ്, സെരബാബേൽ എന്നീ പിതാക്കന്മാരെ കൊണ്ട് അടിത്തറയിട്ട 3ാമത്തെ ദൈവാലയത്തിൻ്റെ നെറുക. 4ാമത് ഹേരോദാവ് 46 വർഷത്തെ കൊത്തുപണിയും മിനുക്കുപണിയും നടത്തുമ്പോൾ നമ്മുടെ നാഥൻ അവിടെ വരുമ്പോൾ ഓശാന പെരുന്നാളിൽ പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ലോക ചരിത്രം, ബൈബിൾ. അങ്ങനെയെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം യഹൂദൻ ആലയമില്ല. 1.5 കോടി പേർ മരിച്ചപ്പോൾ നഫ്താലി ബെനറ്റ് പറയുന്നത് ഞങ്ങൾക്ക് ആലയം വേണം. അങ്ങനെയെങ്കിൽ ആലയം പണിയും. ഇന്ന് രാത്രി ആലയം പണിയുന്നതാരെ? ഇത് ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി ട്രംപ് അടുത്ത ജെറുസലേമിൻ്റെ ആലയം വരാൻ പോകുന്നു. തീർന്നില്ല, ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ ഇസ്രയേൽ എംബസി തുറന്നു, ആലയം വരാൻ പോവുക. ഇതെല്ലാം ബെനറ്റും നഫ്താലി ബെനറ്റും ഇസ്രയേലുമുള്ള ഏറ്റവും വലിയ പരിപാടിയാണ്. ഇസ്രയേലിന് ജൂതരാഷ്ട്രം, ആലയം ആര് പണിഞ്ഞു കൊടുക്കും? ഇന്നലെ രാത്രി പ്രസംഗം കേട്ടവർ വീണ്ടും അത് അജി ബ്രദർ ലൈവിൽ കൊടുക്കുമ്പോൾ കേൾക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു സാമ്പിൾ ഇപ്പോൾ അബുദാബിയിൽ നടക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബി ചെന്നു. അതിനുശേഷം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് ലോകരാജ്യങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്, ക്ലിയർ കട്ട് ചെയ്യാൻ പറയുന്നത് ഇസഹാക്ക് ഹെസ്രോഗ്. അവൻ ആദ്യമായാണ് അറബ് രാജ്യത്ത് ഒരു യഹൂദൻ കയറി അബുദാബിയുടെ കൊട്ടാരത്തിൽ കയറിയിട്ട് 3 പതാക ഉയർത്തി. ക്രൈസ്തവന് വേണ്ടി ഉയർത്തി, ഇസ്ലാമിന് വേണ്ടി ഉയർത്തി, യഹൂദന് വേണ്ടി ഉയർത്തി. അബുദാബിയുടെ അങ്ങേയറ്റമായ ബനിയാസ്, ഏറ്റവും വലിയ സിറ്റിയ ബനിയാസ്. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഒരു കൂടാരത്തിനകത്ത് 3 ആലയങ്ങൾ. അബ്രഹാമിൻ്റെ മക്കൾ, ഞാൻ പറഞ്ഞല്ലോ അബ്രഹാമിൻ്റെ തലമുറയിൽ കെതൂറയിലുണ്ടായ GCC രാജ്യങ്ങൾ, യേശാവിൻ്റെ തലമുറയിലുണ്ടായത് ഇസ്ലാം സഹോദരങ്ങൾ. ബാക്കി നാം കാൽവറി ദർശനത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദ്, ദാവീദിൻ്റെ സന്തതിയായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ക്രൈസ്തവർ. സ്വോത്രം. ഈ 3 പേർക്കും അബുദാബിയിൽ ആലയം ഉണ്ടാക്കുന്നതിലെ നോട്ട് സഹിതം പ്രസംഗിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു സാമ്പിളാ തൃശ്ശൂർ പൂരം നടക്കുന്നതിന് പെട്ട്. ഇസ്രയേലിൽ ഒരു ആലയം ആരുണ്ടാക്കും? ഈസ്റ്റ് ജെറുസലേമിൽ. അപ്പോൾ ഒരുവൻ എഴുന്നേറ്റ് വരും, അവൻ്റെ പേര് ആൻറ്റി ക്രൈസ്റ്റ്. വെളിപ്പാട് 6:1-2. ഇനി കമ്പ്യൂട്ടറിലേക്ക് അടുത്ത ഭാഗം. വെളിപ്പാട് 6:1-2 വായിച്ചോട്ടെ കുഞ്ഞ്. ഇസ്രയേലിന് ഒരു ദേവാലയം ആരുണ്ടാക്കി തരും? വായിച്ചോട്ടെ. മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ സഭ എടുക്കപ്പെട്ടതിന് ശേഷം വെളിപ്പാട് 6. ബാക്കി നാളെ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സഭ എടുക്കപ്പെട്ടതിന് വെളിപ്പാട് 6. വായിച്ചാട്ട്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. കോവിഡ് ആര് ക്ലിയർ ചെയ്യും? കിറ്റ് ആര് തരും? വാക്സിൻ ആര് തരും? ആലയം ആര് പണി? അപ്പൊ ഒരുവൻ വരും. സ്വോത്രം. അവന്റെ ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഞങ്ങളുടെ പാസ്റ്റർമാരടക്കം നല്ല വൈറ്റ് ഡ്രസ്സ്, എന്തൊരു നല്ലതാ. സ്വോത്രം. പുറത്ത് മാത്രമേ വൈറ്റുള്ള, അകത്ത് നിങ്ങൾ നോക്കല്ലേ. സ്വോത്രം. അവിടെ നോക്കിയാൽ കീർന്നു. സ്വോത്രം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സ്വോത്രം. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ദാ കിടക്കുന്ന ഒരു വില്ല് കിട്ടുമെന്ന്. സ്വോത്രം. അഥവാ ഭരണത്തിന്റെ ചക്രം അവന്റെ കിട്ടും. വെളിപ്പാട് പത്മോസ്. വില്ല് കറക്കാനുള്ളത് മൊത്തം അവന്റെ. അടുത്തത് വായിച്ചാട്ട് കുഞ്ഞെ. അവന് ഒരു കിരീടവും ലഭിച്ചു. ലോകരാജാക്കൾ മോഡി സാറ് പറയും, എന്നെ കൊണ്ട് ഈ കോവിഡ് കേസ് കൈകാര്യം ചെയ്യാൻ പോയി നിങ്ങൾ തന്നെ ഇരുന്നോളാം. സ്വോത്രം. പിണറായി സാർ ഇപ്പം തന്നെ KSRTCയുടെ സമരം കണ്ടിട്ട് പറഞ്ഞു,
കർത്താവ് എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി തന്നാൽ കൊള്ളാമെന്ന് സ്വോത്രം. അപ്പോഴാ VS പറഞ്ഞ ഞാൻ വീട്ടിൽ ഇരുന്ന നല്ലതായെന്ന് സ്വോത്രം. കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ ഒരു അഭിമുഖം കൊടുക്കാൻ ഞാൻ മന്ത്രിയാവാതിരുന്നത് ദൈവകൃപയെന്ന് സ്വോത്രം. സ്വസ്ഥത കിട്ടുമെന്ന് സ്വോത്രം. കണ്ടില്ലേ ഇപ്പം എല്ലാവരുടെയും പ്രശ്നമാണ് സ്വോത്രം. ബൈഡൻ പറയാം അവിടെ സാമ്പത്തിക മാന്യം എന്നെ രക്ഷപ്പെടുത്താൽ അങ്ങാര് തന്നെ ഇരിക്കാൻ പറയും. നാണ്ട് ഒരു കിരീടവും കൊടുത്തത് വായിച്ചാട്ട് മോളെ സ്വോത്രം. അടുത്തത് അവനൊരു കിരീടവും ലഭിച്ചു. ലോക രാജ്യക്കാരെല്ലാം പറയും ചേട്ടാ താങ്കൾ തന്നെ ഒക്കാറുങ്ക. തമിഴിന്റെ ഭാഷ പറയും നിങ്ങൾ തന്നെ ഇരുന്നോളാം പറയും സ്വോത്രം. അടുത്തത് അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനും പുറപ്പെട്ടു. എല്ലാ വിഷയത്തിലും ജയം തരും അവൻ. കണ്ടോ? അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വരും, ദേവാലയം പണിയും. ആരായിരിക്കും ആന്റി ക്രൈസ്റ്റ്? കുഞ്ഞിനെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ആദ്യം യേശുക്രിസ്തു വരുമോ ആന്റി ക്രൈസ്റ്റ് വരുമോ? ഉൽപ്പത്തി 49:10 യാക്കോബ് കൊച്ചുമക്കളെ അനുഗ്രഹിക്കുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വായിക്കുന്നില്ല. ബൈബിൾ ഉള്ളവർ എടുത്തു വേണം, ബാക്കി ഞാൻ കൊടുക്കുന്നില്ല. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നീങ്ങുന്നില്ല. ഏത് കാര്യത്തിനും പറയും യഹൂദ മുൻപേ പോകട്ടെ. സ്വോത്രം മിണ്ടുന്നില്ലല്ലോ. അപ്പൊ സുധിക്കുന്നവനായ യഹൂദ, അവകാശമുള്ളവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരും. പിന്നെ 7 വർഷത്തെ ഭരണ ഉപദ്രവം മഹോപദ്രവം. അപ്പൊ ആരാ ആന്റി ക്രൈസ്റ്റ്? മോഡി സാറാന്നോ, ജോ ബൈഡൻ ആണോ, അല്ലെങ്കിൽ ബോറിസ് ജോൺസൺ ആണോ, അല്ലെ ചൈനയുടെ പ്രസിഡന്റ് ആണോ? അതൊന്നുമല്ല. 49:17 എഴുതിയിട്ടുണ്ട്, താൻ പാതയിൽ ഒരു സർപ്പവും വഴിയിൽ ഒരു പാമ്പുമാകുന്നു. സ്വോത്രം. അവനെ വെളിപ്പാടിനകത്ത് പോലും കാണാനില്ല യാക്കോബിന്റെ തലമുറയിലെ സന്തതി. ദാൻ, ആ ദാനാ എതിർ ക്രിസ്തുവായി വരുന്ന സിറിയ. ഇന്ന് രാത്രി മൊബൈലൊക്കെ അടിച്ചു നോക്കണം. സ്വോത്രം. ദിലീപിൻ്റെ പരിപാടി കാണാനല്ല, സിറിയ കത്തിക്കൊണ്ടിരിക്കുക. ഈ കത്തുന്ന സിറിയയിൽ നിന്ന്. അതുകൊണ്ട് ആ വെളിപ്പാട് ആദ്യം കുഞ്ഞു വായിച്ച്, അവൻ മുറിവേറ്റവനായിരുന്നു. സ്വോത്രം. ക്ലിയർ. ഇന്നത്തെ സിറിയ പുകഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പേര് മരിച്ച്? ചെറുപ്പക്കാരൊക്കെ വായിക്കണം. 3 ലക്ഷം പേരാ സിറിയ മരിച്ചത്. പാലും വെള്ളവും കിട്ടാഞ്ഞ് ജനം കെട്ടോട്ടോടുക. ആ മുറിവേറ്റ സ്ഥലത്ത് നിന്ന് ആന്റി ക്രൈസ്റ്റ് വരുന്നത്. അല്ല മോഡി സാറും അല്ല, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ബൈഡനും അല്ല, പുട്ടിനും അല്ല. ചുമ്മാ ആൾക്കാർ പറയുന്ന ഇന്ന ആളാ. ഇതല്ല ബൈബിൾ. ഉൽപ്പത്തി 49:17 അവകാശമുള്ളവൻ ചെങ്കോൽ യഹൂദയിൽ നിന്ന്, രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന്, ഭക്തന്മാരെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി യഹൂദ ഗോത്രത്തിലെ സിംഹം വെളിപ്പെടും. 49:17 ദാൻ പാതയിൽ ഒരു പാമ്പും വഴിയിൽ ഒരു സർപ്പവും. അവൻ 7 വർഷം ഭരിക്കുമ്പോൾ ആന്റി ക്രൈസ്റ്റ് ദൈവാലയം പണിയും. ആ വഴി പറഞ്ഞാൽ ഈ പ്രസംഗം വേറെ വഴിയാവും. അത് ഞാൻ മറ്റൊരിടത്ത് തരാം. ഇത് പണിഞ്ഞാൽ അവിടെ എന്തോ വരുന്നു? കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. എന്താ കമ്പ്യൂട്ടർ? ശ്രദ്ധയോടെ ഇരിക്കണമേ. സാത്താൻ്റെ പ്രതിമ. ഇന്ന് രാത്രി അമേരിക്ക, കൊളറാഡോ, കാലിഫോർണിയ, ഇവിടെ എല്ലാം സാത്താൻ്റെ പ്രതിമയായി. ഇത് കമ്പ്യൂട്ടറിലും വരും, ദൈവാലയത്തിലും വരും. ആരാ ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രതിമ കൊണ്ടുവെക്കുന്നത്? പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. സ്വോത്രം. ലോക ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അവൻ ഒരിക്കൽ ഈജിപ്തിനെ ആക്രമിക്കാൻ പോയത് ഇസ്രായേലിൽ കൂടെ. ഇസ്രായേലുകാർ പച്ചോളവും കൊടുത്തില്ല. സ്വോത്രം. അപ്പം തിരിച്ചു വന്നിട്ട് അവൻ ഇസ്രായേലിൻ്റെ ആലയത്തെ ആക്രമിച്ചു. അന്നൊരു സംഭവം നടന്നു. അന്തിക്കോസ് എപ്പിഫാനോസ് യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, പന്നി. സ്വോത്രം. പന്നിയെ അറുത്തു. പന്നിയുടെ രക്തം ആലയത്തിനകത്തൊഴിച്ചു സിറിയക്കാർ. എന്നിട്ട് മുപ്പല്ലിക്കകത്ത്, വായ്ക്കകത്ത് ഇത് കുത്തി. അപ്പം അന്ന് യഹൂദൻ നിലവിളിച്ചു. അന്ന് അന്തിക്കോസ് എപ്പിഫാനോസ് സിറിയക്കാരൻ ആക്രമിക്കുമ്പോൾ യഹൂദന്റെയും മാനവകുലത്തിന്റെയും നിലവിളിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പാപത്തിന്റെ പരിഹാരത്തിന് ഒരു കുഞ്ഞാടിനെ അയച്ചു. അതാ യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആലയത്തിനകത്ത് പന്നിയുടെ രക്തം വീണപ്പോൾ യഹൂദന്റെ ആലയം, ദേവാലയം അശുദ്ധമായി. അപ്പ സ്വർഗം വിചാരിച്ച് ഇനി പന്നിയുടെ രക്തത്തെ കഴുകാൻ മറ്റൊരു മൃഗത്തിന്റെ രക്തമില്ല. ഏകനാൽ പാപത്താൽ മരണമെങ്കിൽ മരണത്തിന്റെ പാശങ്ങളെ അടിച്ച് പാപത്തെ മാറ്റുവാൻ ഒരു കുഞ്ഞാട് യാഗമാകണം. ആ കുഞ്ഞാടിനെയാ യോഹന്നാൻ വരച്ച് കാട്ടുന്നത്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്വോത്രം. അതുകൊണ്ട് ഞങ്ങൾ ചങ്കീറി പറയുന്ന പെന്തിക്കോസുകാരൻ്റെ അല്ല, മർത്തോമയുടെ അല്ല, CSIയുടെ അല്ല, സകല മനുഷ്യൻ്റെ പാപത്തെ ചുമക്കുന്ന ഒരു കുഞ്ഞാട് വരണം. അന്നത്തെ നിലവിളിയെങ്കിൽ. അങ്ങനെയെങ്കിൽ രണ്ടാമത് ദൈവാലയം പണിയുമ്പോൾ യഹൂദൻ്റെ നിലവിളിക്ക് വേണ്ടി കുഞ്ഞാട് വരും. സ്വോത്രം. ഈ സിറിയയിൽ നിന്ന് വരുന്ന ആന്റി ക്രൈസ്റ്റ് എന്തോ ചെയ്യും? ആലയത്തിനകത്ത് കമ്പ്യൂട്ടറെ കൊണ്ടുവെക്കും. വെക്കുമോ?
വായിക്കാം. മത്തായി 24:15-16. അടുത്ത വാക്യം എല്ലാവരും പ്രസംഗിക്കാൻ നോട്ട് എഴുതിക്കോണം. അടുത്ത വർഷങ്ങൾ ഇവിടുന്ന് 3-4 പ്രാസംഗികരെ വേണം. മത്തായി 24:15-16 ഒന്ന് വായിച്ചാട്ട് മോള്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ പേരാ കമ്പ്യൂട്ടർ. അടുത്തത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. യഹൂദന്റെ ആലയത്തിന്റെ വിശുദ്ധ മന്ദിരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ആൻറ്റി ക്രൈസ്റ്റ് ആലയം പണിഞ്ഞു കൊടുത്തിട്ട് തോന്നുന്നു നമ്മുടെ പള്ളി ഒരു പണക്കാരൻ പണിഞ്ഞു എന്നിട്ട് പറയാം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർ വിൽക്കാതിരിക്കുമോ? സ്വോത്രം ഇല്ല, അച്ഛൻ കാശ് ചോദിക്കത്തില്ലേ? സ്വോത്രം. പള്ളി പണിയാൻ 2 ലക്ഷം രൂപ നമുക്ക് സ്വോത്രാഴ്ച കഴിഞ്ഞ് ഉടനെ അറിയേണ്ട പപ്പയുടെയും മമ്മിയുടെയും ഫോട്ടോ പള്ളി വെക്കണം. കമ്മിറ്റിക്കാർ പറയാൻ വെക്കരുത്. പാസ്റ്റർ പറയാം എന്നാൽ 2 ലക്ഷം തിരിച്ചുകൂടെ അച്ഛനെ പിരിച്ചു വിട്, 2 രൂപയല്ല വെച്ചോളാൻ പറയും. സ്വോത്രം. അതുകൊണ്ടല്ലയോ ചില കല്ലറയുടെ മേളിലും പള്ളിയുടെ താഴെയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഈ കുരിശടി പൈസ ഇട്ട പലരും കൂടി ഇരിപ്പുണ്ട്. സ്വോത്രം. അങ്ങനെ ഇരിക്കട്ടെ. സ്വോത്രം ഇപ്പം മിണ്ടുന്നില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് ആലയം പണിഞ്ഞിട്ട് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം. ഇന്ന് പലരും പറയുന്ന മനുഷ്യൻ്റെ അകത്ത് കമ്പ്യൂട്ടർ വരുന്ന, മനുഷ്യൻ്റെ അകത്തൊന്നും കമ്പ്യൂട്ടർ വരികയല്ല. സ്വോത്രം. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. സ്വോത്രം. നമ്മുടെ അകത്ത് കമ്പ്യൂട്ടർ വരില്ല. കണ്ണിനകത്ത് നോക്കുന്നേക്കും, പിന്നെ നമ്മുടെ അകത്ത് എവിടെ കമ്പ്യൂട്ടർ വരാതെ. അങ്ങനെയെങ്കിൽ ദാനിയേൽ പറയുന്നുണ്ടോ അന്ത്യകാലം? അതുകൊണ്ടാണ് ഇന്ന് ദാനിയേൽ ഞാൻ തുടങ്ങിയത്, അല്ലെ വേറെ വെളിപ്പാടിലേക്ക് വരുന്നത്. വായിക്കാൻ മോളെ റെഫറൻസ് ദാനിയേൽ 12:11. ദാനിയേലിന് നല്ല കടക്കയും ശവാടക്കവും കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം പറഞ്ഞു. വായിച്ചാട്ടെ ദാനിയേൽ 12:11. ക്ലിയർ. മത്തായി ഇവർ കണ്ടിട്ടില്ല വാചനം. വായിച്ചാട്ടെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും. അതാ കിടക്കുന്ന നിരന്തരം. ഇപ്പൊ ഇസ്രായേലിൽ ആലയം ഉണ്ടോ പാസ്റ്ററെ? ഇല്ലല്ലോ. അമ്മാര് വഴിനീളെ കടന്ന സിനഗോഗിൽ ഇന്ന് ആ നിരന്തരം ഹോമയാഗം നിർത്തലാക്കുകയും. വായിച്ചാട്ടെ. ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ എത്ര ക്ലിയർ കമ്പ്യൂട്ടറിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ. വരുന്ന കാലം മുതൽ ഇസ്രായേലിന്റെ 70 ആഴ്ചവട്ടം. വായിച്ചാട്ട് മക്കളെ. 1290 ദിവസം ചെല്ലും. അതാണ് യോബേൽ സംവത്സരം. പടം നല്ലോണം ഒന്ന് എടുത്താട്ട് മക്കളെ. യോബേൽ സംവത്സരത്തിൽ യെരൂശലേം ആലയം പണിയുവാൻ. ചുമ്മാതൊന്നും അല്ല പ്രസംഗിക്കുന്നത്, പോസ്റ്റ് വരുന്നതുകൊണ്ടാണ്. സ്വോത്രം. ദാ കിടക്കുന്ന ശബത്തുകളുടെ ശബത്ത് ഇസ്രായേൽ അന്ത്യദിനങ്ങൾ. അതിനുശേഷം വരുന്നു അടയാളങ്ങളുടെ അവസാനം ഇസ്രായേൽ. ഇതിനാണെന്ന് നഫ്താലി ബെനറ്റ് കത്ത് കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് ആലയം പണിയണം. ഇതാര് പണിയും? അമേരിക്കക്കാരൻ പണിയോ? യുഎൻകാരൻ പണിയോ? അപ്പം യുദ്ധം തുടങ്ങും, ലോകമഹായുദ്ധം. സ്വോത്രം. ജെറുസലേമെ ആലയം പണിയാൻ. അങ്ങനെയെങ്കിൽ സഭ ഇവിടെ നിൽക്കുമ്പോൾ ആലയം പണിയത്തില്ല. സഭ എടുക്കപ്പെട്ടാൽ യെരൂശലേമിൻ്റെ ആലയം പണിയാൻ കാലമാവും. അതിൻ്റെ ചാല കോവിഡിനകത്ത് കത്ത് കൊടുത്തത്. ഇന്ന് രാത്രി ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും. കമ്പ്യൂട്ടർ ആരായിരിക്കും? 2 തെസ്സലോനിക്കർ 2:4. ബൈബിൾ പഠിച്ചുകൊണ്ട് ഇറങ്ങാവൂ. അതുകൊണ്ട് അത് കമ്പ്യൂട്ടറിലേക്ക് വന്ന് 2 തെസ്സലോനിക്കർ 2:4. വായിച്ചാട്ടെ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്. ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്. കമ്പ്യൂട്ടർ മനുഷ്യനല്ല, തൊടുപുഴക്കാരൻ ഉണ്ടാക്കുന്ന റോബോട്ട്. അതിനെ ഇത്രയും തെളിവ് ഞാൻ കൊണ്ടുവന്ന്. ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് അവൻ പറയും ഞാനാ ദൈവം, നാളെ ഉണ്ടാക്കൊണ്ടതുകൊണ്ട് എന്നെ വണങ്ങിക്കോളാം. വായിച്ചാട്ടെ മക്കളെ. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. കിടക്കുന്നത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ വായിക്കാറില്ലേ 14. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവൻ തന്നെത്താൻ ഉയർത്തും. ആലയം ഞാനാ പണിഞ്ഞു തന്നത്, കമ്പ്യൂട്ടർ ഞാനാ ചെയ്തത്, അതുകൊണ്ട് എന്നെ വണങ്ങണം. നമ്മുടെ യേശു ആരാ? ക്രൂശിൽ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. മിണ്ടുന്നില്ലല്ലോ. ഒരു സൈഡിലേക്ക് അവൻ്റെ തല ചരിച്ചു, സകലതും നിവർത്തിയായി. ടെറ്റലസ്റ്റായി. അതാ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത്. എൻ്റെ നാവണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിടുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? സാത്താൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. കാൽവറിയിൽ യേശു തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. വചനം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ യെരൂശലേം ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ പ്രതിമ ഈ കത്തോടുകൂടി കൊണ്ടുവരാൻ ചാലൊരുങ്ങുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആലയത്തിനകത്ത് മ്ലേച്ഛ ബിംബം അവിടെ വരുന്നതിന് മുമ്പ് നനുവച്ചപുരത്തും നെയ്യാറ്റിൻകരയും ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നേടിയ ദൈവമക്കൾ ഈ മ്ലേച്ഛ ബിംബത്തിൻ്റെ വാർത്ത ടെലിവിഷനിൽ പോലും കേൾക്കത്തില്ല. അതിനു മുമ്പ് പ്രാക്കളെ പോലെ നാം പറന്നുയരുവാൻ കാലമായി. ഇന്ന് രാത്രി നനുവച്ചപുരമേ
കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. ഞങ്ങളുടെ നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. യഹൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങുമോ? സ്വോത്രം. യഹൂദൻ്റെ പുതിയ നിയമമല്ല ഇരിക്കുന്നത്, പഴയ നിയമം. മോശയുടെ 5 ഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, പഞ്ചഗ്രന്ഥങ്ങൾ. അതിൻ്റെ പേരാ തോറ. തോറയ്ക്കകത്ത് പുറപ്പാട് പുസ്തകം 20 എഴുതിയിട്ടുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി അന്തിമ സമയത്തിലേക്ക് ആകുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ 20 മോശ സീനായുടെ മരുഭൂമി കൊണ്ടുപോയപ്പോൾ ഒരു കാര്യം ചെയ്തു. കാലയിൽ ഒരു ചെരുപ്പുണ്ടായിരുന്നു, അത് ഊരി. മിണ്ടിയില്ലല്ലോ. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സൺഡേ സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല. മോശ വലിയ കുഴപ്പക്കാരനായിരുന്നു. ഞങ്ങളുടെ ഭാഷമാരെക്കാളും ഗ്രേഡ് കൂടിയല്ലായിരുന്നു. ഇടയ്ക്ക് കൊട്ടേഷൻ നടന്നപ്പോൾ ഒരുത്തനെ ചവിട്ടി അങ്ങ് താത്ത്. സ്വോത്രം. ആരും അറിഞ്ഞില്ല, പേപ്പറിലും വന്നില്ല, FIRലും വന്നില്ല. സ്വോത്രം. സ്വർഗത്തിൻ്റെ ക്യാമറ ഇതെടുത്തായിരുന്നു അവനെ ചവിട്ടിത്താത്ത്. സീനായിൽ ഒരു വിളി കേട്ടപ്പോൾ മോശ വരാൻ തുടങ്ങിയപ്പം കർത്താവ് പറഞ്ഞു, കാലയിലെ ചെരുപ്പഴിച്ച് കളയാം. സ്വോത്രം. ലൂണാറ് വേണ്ട, ബാറ്റയുടെ ഇട്ടുകൊണ്ട് വരാം. സ്വോത്രം. അതല്ല സംഭവം. സ്വോത്രം. നിന്റെ ചവിട്ടിത്താത്ത പാപത്തിൻ്റെ കാലുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അഭിഷേകത്തിൻ്റെ തീയും കൽപ്പനയും കിട്ടത്തില്ല. സ്വോത്രം. അതൊരു തെളിവാണ്. നിത്യതയെ പോകണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ പാപത്തിൻ്റെ ചെരുപ്പ് കളഞ്ഞിട്ട് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നേടണം. സിയോനിലേക്ക് പോകാം. സ്വോത്രം പറയത്തില്ല. സ്വോത്രം. തന്നെ വെച്ച ഒരു കാര്യം മിണ്ടത്തില്ല. സ്വോത്രം. ചെരുപ്പളിച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എന്തോ കിട്ടി? 750 പ്രമാണം, 10 കൽപ്പന. പുറപ്പാട് 20:4. മേലാകാശത്തിൽ കീഴഭൂമിയിൽ, ഭൂമിക്കടിയിൽ വെള്ളത്തിൽ, താഴെ കീഴ വെള്ളത്തിൽ, ഭൂമിക്ക് മേലാകാശത്തിൽ കീഴഭൂമിയിൽ, ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ വണങ്ങരുത്, നമസ്കരിക്കരുത്. അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടായിരുന്നു? പുറപ്പാട് 20 വായിച്ച വല്ലവരും ഉണ്ടായിരുന്നു? എന്നിട്ടും പാസ്റ്റർ അറിയാതെ കുരിശുമലയ്ക്ക് പോയവരായിരിക്കുന്നു. സന്തോഷമില്ല. സ്വോത്രം. വിഷമിക്കേണ്ട. സ്വോത്രം. പുറപ്പാട് പുസ്തകം വായിച്ചിട്ട് മേലാകാശത്തിലും കീഴഭൂമിയിൽ, ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിൻ്റെ വിഗ്രഹത്തെ വണങ്ങരുത്, ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്. അപ്പം യഹൂദൻ്റെ കയ്യിരിക്കുന്ന എന്തോ തോറയുടെ ചുരുള. ഇത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവച്ച് അവൻ വണങ്ങും. അമ്മാമ്മേ, അച്ചായ, അവൻ വണങ്ങുമോ? തോറയുടെ ചുരുളിരിക്കുന്ന അവൻ പറയാം, ഇത് ശൂന്യമാക്കും നമ്മളയച്ചത്. അപ്പം കളിക്കാവിളെ വന്ന് IS-ന്റെ മൂത്ത ചേട്ടന്മാർ യഹൂദൻ്റെ കഴുത്തറക്കും. സ്വോത്രം. അതിൻ്റെ പേര് പീഡാകാല രക്തസാക്ഷികൾ. മിണ്ടുന്നില്ലല്ലോ. അന്നാ യോഹന്നാൻ പറയുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എത്ര ക്ലിയറാ ബൈബിൾ. നിർത്തിയിട്ട് എനിക്ക് പോകാം. സ്വോത്രം. ഭാഷ ഒന്നും പറയത്തില്ല. ഇവിടുന്ന് വചനം കേട്ട് നിത്യതയ്ക്ക് 2 എണ്ണം. എനിക്ക് 2000 വേണ്ട. സ്വോത്രം. 2 പേരെങ്കിലും രക്ഷപ്പെടണം ഈ സത്യവചനം കേട്ട്. സ്വോത്രം. ഈ ലോക സംഭവങ്ങൾ കേൾക്കണം. അന്ന് അവൻ്റെ നിലവിളി ഉയരും. അവൻ സ്വന്തം ജനത്തെ മറക്കുമോ? അവൻ ഒരു നാളും കൈവിടുമോ? ഇല്ല. പണ്ട് സിറിയയിൽ അന്തിക്കോസ് എപ്പിപ്പാനോസ് പന്നിയറ താലയത്തിനകത്ത് പന്നിയുടെ രക്തം ഒഴുകിയപ്പോൾ യഹൂദൻ്റെ നിലവിളിക്ക് വേണ്ടി ഒന്നാമത് അവൻ വന്നെങ്കിൽ, രണ്ടാമത് കമ്പ്യൂട്ടറിന് വണങ്ങാത്ത യഹൂദനെ ന്യായം വിധിക്കുവാൻ ആര് വരും? യഹൂദനെ ന്യായം വിധിക്കുവാൻ എതിർ ക്രിസ്തുവിൻ്റെ മിലിറ്ററി IS-ന്റെ മൂത്ത ചേട്ടന്മാർ വരും. അന്നവർ വാളെടുക്കുമ്പോൾ ഒരു സംഭവം നടക്കും. തുടങ്ങാം. സെക്കര്യാ പ്രവചനം 12:10. അന്നാളിൽ വായിച്ചട്ടെ. സെക്കര്യാ 12:10 ബൈബിൾ. ഒരു വാക്യം കൂടാകുമ്പോൾ ഇന്ന് രാത്രി, ബാക്കി നാളെ. സെക്കര്യാ പ്രവചനം 12:10. അന്നാളിൽ ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും. ദാവീദിന്റെ കൊച്ചുമക്കളാ യഹൂദര്, ദാവീദിന്റെ സന്തതി പരമ്പര, അവരാ യഹൂദന്മാര്. അത് കഴിഞ്ഞിട്ട് ദാവീദ് ഗൃഹത്തിന്മേൽ, യെരൂശലേം നിവാസികളുടെ മേലും. ദാ കിടക്കുന്ന ആലയം ജെറുസലേമിലുള്ളവനെല്ലാം കഴുത്തറക്കായി IS-ന്റെ പടയാളി ചെല്ലുമെന്ന് ബൈബിൾ ക്ലിയർ ആയിട്ട് ഈ കൊച്ചു വായിക്കുന്ന നോട്ട് ചെയ്യണം. ഇനി നാളെ ഇത് പറയത്തില്ല. അടുത്തത് കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങും. അടുത്ത വാക്യം വായിച്ചാട്ട് മോളെ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. മതി, അവിടം വരെ നിൽക്കട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളത് ആരെയാ? സ്വോത്രം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് അവനിൽ യാതൊരു കുറ്റവുമില്ല. സ്വോത്രം. പീലാത്തോസിന്റെ ഭാര്യയുടെ കത്ത് അവന്റെ വിധിയിൽ എടുക്കരുത്. 5 കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ട് യേശുവിനിൽ ഒരു കുറ്റവുമില്ല. പീലാത്തോസ് പറഞ്ഞ് പെറ്റി അടിച്ചു വിടാ. അപ്പോൾ അവരെന്താ പറഞ്ഞ? ബറബാസിനെ വിട്ടുതരുക, യേശുവിനെ ക്രൂശിക്കുക. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഓ ഹല്ലേലൂയ, പൈൻമര ശരീരത്തിനകത്ത് വെച്ച് ഗബദയിൽ അവൻ ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു. ചുംബന് ഗബദയിൽ അവൻ തകർക്കപ്പെട്ടു. ഗോൽഗോത്തായിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായപ്പോൾ ഒരു സേനാധിപതി അവിടെ നിന്ന് പറഞ്ഞു, കുത്താൻ പറഞ്ഞു. ഒരു കുന്തം എടുത്തിട്ട് കൊടുത്തു. സ്വോത്രം. എൻ്റെ യേശുവിൻ്റെ ചങ്കത്തവർ കുത്തി 5.5 ലിറ്റർ രക്തമൊഴുതി, രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ കുത്തിയവങ്കലേക്ക് അവർ നോക്കുവാൻ കാലമായി. ആന്റി ക്രൈസ്റ്റ് വരുമ്പോൾ അന്ന് യഹൂദന്റെ നിലവിളി എവിടെ
ഉയരും, ഇസ്രയേലിനകത്ത് ഉയരും. ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്നതല്ലേ നമ്മുടെ ദൈവം. ആർക്ക് സന്തോഷമില്ലല്ലോ? പണ്ടൊരു കുഞ്ഞ് ജനിച്ചു, മോശക്കുഞ്ഞ്. അവൻ എവിടെ പോയി? ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് കയറി. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഹല്ലേലൂയ കൽപ്പന വന്നു. പെട്ടകം മിര്യാമും കൂട്ടുകാരും വെള്ളത്തിലിട്ട് നൈൽ നദിക്കകത്ത് നെയ്യാറിൽ ഒഴുകിയ പോലെ പെട്ടകം. കുഞ്ഞിന് 3 മാസമേ ഉള്ളൂ, മോശക്കുഞ്ഞിന്. ലാലാ കരയാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പ്രോമിസ് ഉള്ളവൻ നൈൽ നദി മുങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. എവിടെ പോയെന്നറിയാമോ? കൊട്ടാരത്തിനകത്ത് കൽപ്പനയെത്തി. ഇന്ന് രാത്രി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ മകൾ നെയ്യാറിലോ പ്രാലിമൂട്ടിലോ കുളിക്കാൻ വരുമോ? സ്വോത്രം. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി മുതലമച്ചർ സ്റ്റാലിൻ്റെ മകൾ ഇവിടെ നെയ്യാറിൽ കുളിക്കാൻ വരുമോ? പക്ഷേ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ സ്വന്തം പുത്രിയെ മോശയുടെ പെട്ടകത്തെ ചുമക്കുവാൻ കൊട്ടാരത്തിനകത്ത് നിറക്കിയെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് മനസ്സിലാകുന്നു? പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിച്ചാൽ, നെയ്യാർ നിനക്കെതിരെ ഒഴുകിയാൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച മോശയെ അഭിഷേകത്തിൽ നിറയേണ്ട ദൈവവൈതല്, നീ പെട്ടകത്തിനകത്ത് വെള്ളത്തിനകത്ത് കിടന്നാൽ കൊട്ടാരത്തിനകത്ത് ഫറവോന്റെ പുത്രിയെ കൊണ്ട് നിന്റെ പെട്ടകത്തെ ചുമക്കുക സ്വർഗത്തിലെ ദൈവം ഒരു കരം നീട്ടിയെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ പറ, ആ കരം തളർന്ന കരമല്ല. എൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ, എൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ തലമുറയെ താങ്ങുവാൻ ഇന്ന് രാത്രി സർവശക്തന്റെ കരം ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി പ്രോമിസുകൾക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി ജനത്തിൻ്റെ ഇടയിൽ ഒരു അമിതബലത്തിൻ്റെ കൃപ ഇന്ന് രാത്രി പകരുന്ന രാത്രിയായി മാറട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മശക്തി പ്രാപിച്ചവൻ ഇന്ന് രാത്രി സ്തുതിച്ചാട്ടെ. തൻ്റെ തലമുറയെ തകർക്കുക ആര് പദ്ധതി വെച്ചോ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവൻ്റെ മകളെ പൊക്കി നൈൽ നദിക്കകത്ത് കൊണ്ടുവരുവാ ഒരു കരമിറങ്ങി വന്നെങ്കിൽ അമ്മച്ചി ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് ആ കരം തകർന്ന കരമല്ല. അപ്പച്ച ആ കരം തകർന്ന കരമല്ല. ബ്രദർ ആ കരം തകർന്ന കരമല്ല. സിസ്റ്റർ ആ കരം തകർന്ന കരമല്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും. എന്നാൽ നെടിയാങ്കോട് ധനുവച്ചപുരത്ത് എന്നെ വിളിച്ച ദൈവം അവൻ്റെ കൃപയും കരുണയും അന്ത്യം വരെ എന്നെ വഴി നടത്ത്. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു രാജാവിനും കഴിയത്തില്ല. ഇന്ന് രാത്രി പറ, ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങിയാൽ എൻ്റെ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യാം. Presence of Holy Spirit come to the ground. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. വാഗ്ദത്തങ്ങൾ ദൈവജനം ഏറ്റെടുക്കട്ടെ. പിന്മഴയുടെ കാലത്തെ ഗോപിയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറിനെ അയക്കുക. ഈ കോവിഡിൻ്റെ മറവിൽ ഒരു ഉണർവ് ഇവിടെ നടക്കട്ടെ. യഹൂദൻ്റെ നിലവിളി ഉയരുമ്പോൾ അവന് വേണ്ടി ഒരു കരം വെളിപ്പെട്ട് വന്നതുപോലെ രണ്ടാമത് രാത്രി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, രോഗത്തിൻ്റെ വിഷയത്തിനകത്ത്, തകരേണ്ട വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിൽ അയക്കുക, അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അയക്കുക. ഇന്ന് രാത്രി ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരു കരം ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വേദനയോടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ആ കരം വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറയിലേക്ക് ഓടിപ്പോയ സഹോദരിമാർ ചോദിച്ചു, ആര് കല്ലുരുട്ടി മാറ്റ്? അമ്മച്ചി ഇന്ന് രാത്രി വിഷമിക്കേണ്ട. നിന്റെ കല്ലുരുട്ടി മാറ്റുക നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, നാളെ പ്രഭാതം എന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് രാത്രി വചനം എൻ്റെ അകത്തുണ്ട്, കത്തുന്ന അഭിഷേകം എൻ്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് തൻ്റെ ദൂതനെ അയക്കുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിലെ ഭാരമേറിയ കല്ലുകൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാ. നീ നടക്കാൻ തയ്യാറായിക്കോളുക. ഇന്ന് രാത്രി നിനക്ക് മുമ്പേ ദൂതൻ നടക്കുന്ന രാത്രിയാ. മറിയയ്ക്ക് വേണ്ടി, മാർത്തയ്ക്ക് വേണ്ടി ആ കല്ലുകളെ ഉരുട്ടി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി രണ്ടാമത് രാത്രി പറ, എൻ്റെ കർത്താവ് എൻ്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിനകത്ത് ഭാരമുള്ള കല്ലിനെ മാറ്റുക. ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ കരം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കൃപയുടെ ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി പ്രാപിച്ചുകൊണ്ട് ഇന്ന് രാത്രി നീ പോകാവൂ. ഇന്ന് രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രി, ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിൻ്റെ രാത്രി, ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിൻ്റെ രാത്രി, ഇന്ന് രാത്രി നിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രി, ഇന്ന് രാത്രി ഒരു അമിത ബലത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രി. യെസ് ലോർഡ്. അവൻ്റെ നിലവിളി, യഹൂദൻ്റെ നിലവിളി
കേൾക്കും. സ്വോത്രം. അന്നൊരു സംഭവം നടക്കും. രാത്രി നിർത്താം. സെക്കരിയ പ്രവചനം 14:3-4 യുദ്ധ ദിവസത്തിൽ വായിച്ചാട്ട് മോളെ. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ യഹൂദനെതിരെ വരുന്ന ജാതികളോട് പൊരുതുവാൻ യഹോവ പുറപ്പെട്ട് ആ ജാതികളോട് പൊരുതും. ആലയത്തിൽ കമ്പ്യൂട്ടർ വെച്ച IS-ന്റെ ചേട്ടന്മാർ സിറിയയിൽ നിന്ന് വരുന്ന എതിർ ക്രിസ്തുവിനോട് പൊരുതുവാൻ യഹോവ എഴുന്നേറ്റ് വരും. അന്ന് എവിടെ അവന്റെ കാൽ? വായിച്ചാട്ട് മോളെ. അവന്റെ കാൽ. ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം. ഇതിനു വേണ്ടി എത്രയും ഞാൻ കറങ്ങിയത്. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും. വണങ്ങാത്ത യഹൂദൻ ഓടും. അവന്റെ തലയിറക്കും. അവൻ സ്വന്തം ജനത്തെ മറക്കുമോ? സ്വന്തം രക്തത്തെ മറക്കുമോ? ആ സമയത്ത് അവന്റെ കാൽ ഒലിവ് മലയിൽ ചവിട്ടും. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. മതി. ഇന്ന് രാത്രി സത്യവചനത്തിന്റെ ഏടാ നിങ്ങൾ കേട്ടത്. എന്തുകൊണ്ട് ഞാൻ ചങ്ക് കയറി പറയുന്നത്? വെള്ളം കുടിക്കാതെ സത്യവചനം കേൾക്കണം. 2009 ഒലിവുമലയുടെ അടിയിൽ ഒരു റിസോർട്ടുണ്ട്, 7 ആർച്ച് റിസോർട്ട്. കേട്ടോണം പഠിക്കുന്ന പിള്ളേർ, നിങ്ങൾക്ക് വേണ്ടിയായി പറയുന്നു. സ്വോത്രം. 7 ആർച്ച് റിസോർട്ട്. അതിൻ്റെ അപ്പുറത്ത് ഷെറാട്ടൺ, അത് കഴിഞ്ഞ് മറ്റേ വേറൊരു ഹോട്ടൽ ഹയാത്ത്, അങ്ങനെ അങ്ങോട്ട് 2 ഹോട്ടലുകാർ വന്ന് സ്ഥലം മേടിച്ചു. സ്വോത്രം. അവരൊരു എന്തോ ചെയ്ത് നമ്മുടെ നെയ്യാറ്റിങ്കര വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്ന ഞാൻ കുഴിക്കും. പയലിങ് കടക്കൂട്ടത്ത് ചെയ്യുന്നത്. അവരൊന്ന് കുഴിച്ചപ്പോൾ എഞ്ചിനീയർമാർ പത്തി മടക്കി. ഒലിവ് മലയുടെ അടിവാരം ഇപ്പോഴേ പിളർന്നിരിക്കുന്നു. അവിടെ ഒരു മൂളലും കേട്ടു തുടങ്ങി. അവർ ഇസ്രയേൽ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിൻ്റെ പേര് കെന്നസെറ്റ് പറഞ്ഞു, മക്കളെ ഞങ്ങൾക്കിവിടെ റിസോർട്ടും വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ കീഴ് ഇപ്പോഴേ പിളർന്നു. അവിടെ ഒരു മൂളലും തുടങ്ങി. 2009. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രതിമ യഹൂദൻ്റെ ആലയത്തിൽ, മോശയുടെ ന്യായപ്രമാണമുള്ളവൻ അതിനെ വണങ്ങത്തില്ല. അന്ന് അവൻ്റെ തലയിറക്കും, നിലവിളിക്കും. ലോകരാജ്യങ്ങളാരുമില്ല. ഇരമ്യാവ് ഇസ്രായേലിനോട് പറയുന്നു, നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടു പോകും. സ്വോത്രം. അന്ന് എവിടെ ചെല്ലും? അവർ കുത്തിയവങ്കലേക്ക് നോക്കും. യേശുവേ, പുടിയംപുത്രൻ പറഞ്ഞോളെ, നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. സ്വന്തം ജനത്തെ മറക്കാതെ അന്ന് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യഹോവ വരും. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2ആയി പിളരും. യുദ്ധം അവൻ ഏറ്റെടുക്കും. ഇന്ന് രാത്രി ഇത്രയും ഒലിവുമലയുടെ അടിവാരം പിളർന്നു. ഒലിവുമല പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം നെടിയാങ്കോട് ഒലിവുമലയുടെ അടിയിൽ ഒരു മൂളൽ തുടങ്ങി. നമ്മൾ ഇന്ന് രാത്രി മൂളൽ ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി മണവാളൻ വരാറായി. മണവാട്ടി സഭ ഉറക്കത്തിലോ? ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞ പ്രാണപ്രിയൻ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. അതിൻ്റെ ഇടയിൽ ഏകലോക ഭരണം. കോവിഡ് കാലത്ത് മുഴുവൻ മനുഷ്യനെ കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിലാക്കി 5Gയുടെ സാറ്റലൈറ്റുമായിട്ട് അവൻ വരുന്നു. ബാക്കി നാളെ. പക്ഷേ യഹൂദൻ്റെ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വെക്കത്തില്ല. കമ്പ്യൂട്ടർ കൊണ്ടുവരും, വണങ്ങത്തില്ല. ദാനിയേൽ, മത്തായി ശൂന്യമാക്കുന്ന മ്ലേച്ഛത. തെസ്സലോനിക്കർ അവൻ ആലയത്തിൽ നിന്ന് പൂജാ വിഗ്രഹമെന്ന് വിഷയത്തെ നോക്കും. വണങ്ങാൻ പറയും, തല വെട്ടിമാറ്റും. പീഡാകാല രക്തസാക്ഷികൾ. യഹൂദൻ അസ്തമിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. എൻ്റെ യേശുവിൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അന്ന് ഒലിവുമല 2ആയി പിളരുന്ന ഒരു ശബ്ദം ലോകം മുഴുവൻ കേൾക്കും. ആ ശബ്ദം ഒലിവുമലയിൽ കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേൾക്കും. കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. നമ്മുടെ നാഥൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം ശവപ്പെട്ടിക്കകത്ത് കയറാതെ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.